കള്ളന്മാരെയും കൊള്ളക്കാരെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഓടുന്നത് രാഹുൽ ഗാന്ധിയാണ്, നരേന്ദ്രമോദിയല്ല. ഈ രാജ്യത്തെ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും ഭീകരവാദികളെയൊക്കെ കൂട്ടുപിടിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലാതെ ഭാരതീയ ജനതാ പാർട്ടിയല്ല. നിങ്ങൾക്കൊരിക്കലും ഈ രാജ്യത്തെ ജനത കഴിഞ്ഞ 10 വർഷം കാലമായി അധികാരത്തിന് പുറത്തേക്ക് നിങ്ങളെ ചവിട്ടി താഴ്ത്തി ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും ഈ രാജ്യം നിങ്ങൾക്ക് സമ്മാനിക്കാത്തത് കൊണ്ടാണ്, നൽകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ വിദ്വേഷം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ കുറ്റമല്ല, അത് കോൺഗ്രസിന്റെ കുറ്റമാണ്. ഈ രാജ്യത്തെ ജനം അഴുക്കുചാലിലേക്ക് ചവിട്ടിത്താർത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തേക്ക് വരുമ്പോൾ 52 അംഗങ്ങൾ പോലും ഇത്തവണ ഉണ്ടായിരുന്നത് പോലും നിങ്ങൾക്ക് ലോക്സഭയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. രാഹുൽ ഗാന്ധി തലമുണ്ടനം ചെയ്ത് നാടുവിടേണ്ടി വരുമെന്ന് നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊള്ളൂ. അതിനുള്ള ഒരു തുടക്കമായിരിക്കും 2024 ജൂൺ 4-ാം തീയതി പുറത്തു വരാൻ പോകുന്ന റിസൾട്ട് എന്ന് നിങ്ങളെല്ലാം ഓർക്കണം. നിങ്ങളുടെ നേതാക്കന്മാരെ ഇടവേളയ്ക്ക് ശേഷം സമ്പത്തിലേക്ക് വരാം. ജിൻഡോ, ചുരുങ്ങിയ വാക്കിൽ മറുപടി. ഒറ്റ കാര്യം പറയാനുള്ളൂ. രാഹുൽ ഗാന്ധിക്കോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ പ്രതിപക്ഷ ചേരിയിലുള്ള നേതാക്കന്മാർക്ക് മോദിയെ കാണുമ്പോഴല്ല വിദ്വേഷം വരുന്നത്. പ്രതിപക്ഷ നേതൃത്വത്തെ കാണുമ്പോൾ, പ്രതിപക്ഷ ചേരിയിലുള്ള ജനങ്ങളെ കാണുമ്പോൾ, ജനാധിപത്യ വിശ്വാസികളെ കാണുമ്പോൾ നരേന്ദ്രമോദിക്കാണ് വിദ്വേഷം വരുന്നത്. അതുകൊണ്ടാണ് ഈ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേരിടുമ്പോൾ രാജ്യത്തിന്റെ പേര് മാറ്റാൻ നരേന്ദ്രമോദിയും BJPയും ശ്രമിച്ചത്. രണ്ടാമത്തത്, ഏറ്റവും വലിയ അതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഈ രാജ്യത്തിന്റെ വിശ്വാസങ്ങൾക്ക് നിങ്ങൾ ചവിട്ടാൻ നോക്കുന്നത്. അതിനുള്ള അതിശക്തമായ തിരിച്ചടി നിങ്ങൾക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു സംശയമില്ല. നിങ്ങളുടെ നേതാവ് അരിപ്പ അജ്മീറിൽ പോയിരിക്കപ്പോഴൊന്നും നിങ്ങൾക്കുണ്ടാകുന്ന ഹാലിളക്കമാണ് നരേന്ദ്രമോദി കന്യാകുമാരിയിൽ പോകുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. അതൊക്കെ ഈ രാജ്യത്തെ ജനം കൃത്യമായി കാണുന്നുണ്ട്. അതിനുള്ള കനത്ത മറുപടിയും തിരിച്ചടിയും കോൺഗ്രസിന് ഈ രാജ്യത്ത് ഉണ്ടാകും. അത് കാത്തിരുന്നതിന് നിങ്ങൾ കണ്ടോ. ഇന്ത്യയിലെ സാധാരണക്കാരന്റെ പട്ടിണി പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ചുകൊണ്ടല്ല, നൂറുകണക്കിന് ഉദ്യോഗസ്ഥരെ കാവൽ നിർത്തിക്കൊണ്ടല്ല, അദ്ദേഹത്തിന്റെ സ്വന്തം. രാഹുൽ ഗാന്ധി അജ്മീറിൽ പോയി അരിപ്പത്തൊപ്പി വെക്കുന്നത് ആരുടെ പട്ടിണി മാറ്റാനാണ്? ഞാൻ ശ്രേഷ്ഠ ബ്രാഹ്മണനാണെന്നും ഒരു സമയത്ത് ഒരു പള്ളിയിലും മറുസമയത്ത് മറ്റൊരു പള്ളിയിലും പോയി സ്വന്തം മണ്ഡലത്തെ തിരിഞ്ഞു നോക്കാതെ, വന്യജീവികൾ പോലും എത്തുന്നതിന് അത്രയും പ്രാവശ്യം സ്വന്തം മണ്ഡലത്തിലെത്താതെ ഒരു ചുക്കിന്റെയും ചുണ്ണാമ്പിന്റെ ഗുണമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിയുടെ വിടുവായം പ്രസംഗങ്ങൾക്കപ്പുറം ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ രാജ്യത്തെ ജനങ്ങൾ നരേന്ദ്രമോദിക്കൊപ്പമാണ്, നരേന്ദ്രമോദിയുടെ ഹൃദയത്തോടൊപ്പമാണ്. സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം മുഴങ്ങിവെച്ച മഹാപ്രചാരകനാണ് നരേന്ദ്രമോദി. ജീവിതത്തിൽ ഒരിടത്ത് പോലും ഒന്ന് ഉയർന്നു നോക്കാൻ പോലും ജൂൺ 4-ാം തീയതി രാഹുൽ ഗാന്ധിക്കും മമതാ ബാനർജിക്കും മല്ലികാർജുന ഖാർഗെക്കും വീട്ടിലിരിക്കുന്ന റോബർട്ട് ഗാന്ധിക്കും വരെ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചുകൊണ്ട് സ്വപ്നം കാണുന്നതിൽ യാതൊരു തടസ്സവുമില്ല. നിങ്ങൾ സ്വപ്നം വാനോളം കണ്ടുകൊള്ളൂ. ഞങ്ങൾ വീണ്ടും പറയുന്നു, ജൂൺ 4 വരെ നിങ്ങൾ യാതൊരു തടസ്സവുമില്ല. കേദാർനാഥല്ല, മറ്റേ വിവേകാനന്ദ പറയുന്ന ഈ രാജ്യത്തിന്റെ മുഴുവൻ ആശ്രമ ദേവാലയങ്ങളിലോ അമ്പലങ്ങളിലോ പാറകളിലോ പോയി ധ്യാനമിരിക്കാനുള്ള സൗകര്യം ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിയിലുള്ള ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ കൊടുക്കും. ഈ രാജ്യത്തിന്റെ എല്ലാ അമ്പലങ്ങളിലും പോകും, ധ്യാനവും ഇരിക്കും, കുറിയും പൂശും. അതിന് നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ട് യാതൊരു കാര്യവുമില്ല. അയോധ്യമടക്കം ഈ നരേന്ദ്രമോദി ഈ രാജ്യത്ത് ഒരു സംഖ്യ രാഷ്ട്രീയമായിട്ടുള്ള ധ്യാനമാണോ അത് ആത്മവിശ്വാസത്തിന്റെ മുൻപിലാണോ എന്നാണ്. Debate with Arun Kumar.